തുളസി എന്നെ വിളിക്കുന്ന ചേട്ടാ ശരിക്കൊന്നുണ്ടായ ഉപേന്ദ്രൻ എങ്ങനെ ഓടി സ്റ്റേഷനിൽ കയറി ഓനൊരുത്തിന് വെട്ടി അവരൊരാളഞ്ഞിച്ച് നടക്കുക. ഞാൻ കുറച്ച് ദിവസം തുരുത്തി പോയി നിൽക്കാൻ പോവാ. നിങ്ങളുടെ ഫോണേടെ അവൾക്ക് ഓട്ടത്തിൻ്റെ കേടേ പോയി ഐപ്പ് ഓഫാ. ആർക്കെങ്കിലും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഈ ഒന്ന് തപ്പിപ്പിടിക്കണം. ഇതോടെ ഡ്രസ്സ് തന്നോട്ടാ. ഞാൻ നിങ്ങളെ കടവിൽ കണ്ടാക്കണോ? വേണ്ട അത് റിസ്ക്കാ. ജഗദീഷ് വരും, ഈ പോയിക്കോ. ഞാൻ നാളെ പോവും. തെയ്യത്തിന് വരുമ്പോൾ കാണാം. അപ്പോഴത്തേക്കും ഉപേന്ദ്രൻ ഇറങ്ങും. നീ ചെല്ലേ. ശരി. ആ 10 മണിയായല്ലേ. പോലീസിന് കീഴടങ്ങാൻ പോയ ആളെയാ നിങ്ങൾ കൊല്ലാൻ നോക്കിയത്. അത് നടു റോട്ടിൽ വെച്ചിട്ട്. രാഷ്ട്രീയ പ്രതിയോഗികളെ തെരഞ്ഞെടുപ്പിച്ച് കൊണ്ടുവന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. എളയപ്പൻ എന്ന ഗാന്ധിനായി ബലപ്രയോഗത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതിയിൽ നമുക്ക് അഹിംസവാദികളാൻ കഴിയൂ. ഞാൻ അഹിംസാവാദിയൊന്നുമല്ല. പക്ഷെ നിങ്ങൾ പകരം വീട്ടേണ്ട കാര്യമൊന്നുമില്ല. പരിഷ്കൃത സമൂഹത്തിൽ ഭരണകൂടമുള്ളത് അതിനാ. ഈ ഭരണകൂടത്തിന് നീതി വ്യവസ്ഥയ്ക്ക് ഓനെ ശിക്ഷിക്കാൻ കഴിയൂല. ശത്രു നിയമം കയ്യിലെടുത്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ജനങ്ങളിൽ ജനാധിപത്യ ബോധം വളർത്തണം. അല്ലാതെ കുടിപ്പക വളർത്തുകയല്ല വേണ്ടത്. അയ്യൂരിലും പുന്നപ്ര വൈതാറിലും ജനങ്ങളെ സംഘടിപ്പിച്ചതും സമരം ചെയ്തതും കുടിപ്പകയുടെ പേരിലല്ല, രാഷ്ട്രീയ ബോധത്തില. അതൊക്കെ വേണം. പക്ഷെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആൾക്കാരെ എങ്ങനെ സംഘടിപ്പിക്കും? അത് ശരി. ബോംബേരും കത്തിക്കുത്തുന്നിടത്തേലെ ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കുന്നതാണോ? എൻ്റെ ആലപ്പുഴയിലെ അവസ്ഥയല്ല ഇവിടെ കണ്ണൂരിൻ്റെ അവസ്ഥ. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്നത് മനസ്സിലാക്കണം. ഇപ്പൊ പിന്നെ വേദം പഠിച്ച പോത്താണ് വെട്ടാൻ വരുന്നത്. അക്രമം കൊണ്ട് അക്രമത്തെ നേരിടാനാണെങ്കിൽ പിന്നെ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? രാധികച്ചി, ഇന്ന് സിനിമയ്ക്ക് പോയല്ലോ. ഇന്നിനി ഈ മീറ്റിംഗ് കഴിയണം. മാത്രമല്ല ദിനേശ് ചേട്ടൻ വൈകിട്ട് ട്രിവാൻഡ്രം പോവല്ലേ. നമുക്ക് നാളെ പോവാം. ഞാൻ ഇന്ന് തിരിച്ചു പോവും. ഞാൻ അങ്ങനെയാണെങ്കിൽ നെയ്ത്ത് കമ്പനി പോയിട്ട് ബാക്കി ഫോട്ടോസ് എടുത്തിട്ട് വരാം. നേരത്തെ ഞാൻ വിളിച്ചത് ഇത് കൂട്ടാൻ്റെ ഫോണ്. എന്താ ഇവിടെ? നിങ്ങളെന്താ ഇടാ? എൻ്റെ വീട് ഇവിടെയാ. എൻ്റെ വീട് ഇവിടെയാ, കാവിലേരി. എൻ്റെ വീട് ചെന്നം. അന്ന് ഇടയ്ക്കാട് വിട്ടത് എൻ്റെ ഇളയമ്മൻ്റെ വീട്ടിലാ. വീട് ലൂമിൻ്റെ ഫോട്ടോ എടുക്കാൻ വന്നതാ, പ്രൊജക്ട് വർക്കിന് വേണ്ടിയിട്ട്. ഇത് ലീല, ആനന്ദ് എൻ്റെ ഫ്രണ്ടാണ്. താങ്ക് യു.
മിനിയാന്ന് പിന്നെ ഹർത്താലുകാർ പിടിച്ചോ? ശരിയാ. ആനന്ദ് പോയി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് വിളിച്ചിട്ടൊരു ചായ പോലും ഓഫർ ചെയ്തില്ല. മോശമായിപ്പോയി. അത് സാറില്ല, ഇനി ഹർത്താലുണ്ടല്ലോ. ഇത് കാണും, ഇടയ്ക്ക് വിളിക്കാലോ. Sure. ഞാൻ ഇറങ്ങട്ടെ. ശരിയാവും. പോകുന്ന അച്ഛൻ കഴിച്ചാ? അല്ല, ചോറ് തിന്നോന്ന്. ഓ, ഞാൻ കീഴന്നൂരിൽ തിന്നിന്. നീ പോയി തിന്നോ. ശരി. ആ, അതുമല്ല, ദിനേശിന് എന്തിനാ അവിടെ പോയത്? ചെന്നൈത്തെ പാർട്ടിയുടെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും ദിനേശിന് മാത്രമാണ്. സഖാവ് രാധിക കല്യാണത്തിന് ശേഷം കാര്യപ്പള്ളി മാറിയെന്നോട്ടല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ സംസ്ഥാന തലത്തിൽ വർക്ക് ചെയ്യേണ്ട ആളാ. ആ, ഇന്നലത്തെ സംഭവം ഞാൻ അറിഞ്ഞിരുന്നു. ഒരു വഴിയില്ലാത്തോണ്ടാണ് ഐശ്വര്യന്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ചത്. സഖാവും ദിനേശിനും കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. കണ്ണൂരിൽ നമ്മളെല്ലാം ഈ സ്ട്രഗിളിന്റെ പാർട്ടാണ്. അതിൻ്റെതായ റിസ്ക്കും ഉണ്ട്. നമുക്കാർക്കും അതിൽ നിന്ന് ഒഴിവാകാൻ കഴിയില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ഞാൻ തീയതൊന്നും ആലോചിക്കുമ്പം 975 ജൂൺ മാസം മംഗലം 25-ാം തീയതി ആണല്ലേ അടിയന്തരാവസ്ഥ. പിന്നെ 2 കൊല്ലം പോലീസ് ഒളിവ്. ഇവൻ്റെ മൂത്ത ചേച്ചീനെ പെറുമ്പം രാഘവാട്ടം ചെയ്യില്ല. അമ്മേ, ഐശ്വര്യക്ക് ഇറങ്ങണം. മോളെ, നീ ചിങ്ങത്തിൽ വരുമ്പം നമുക്ക് ആ മോതിരം മാറ്റാൻ കഴിക്കാം. അമ്മ തിരക്കൂട്ടണ്ട. ഐശ്വര്യ പഠിക്കുമല്ലേ? ഞാൻ ഇറങ്ങട്ടെ, ലേറ്റാവും. ആ, ഞാൻ അടുത്ത മാസം മൈസൂരേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബന്ധപ്പെടാം. പ്രൊജക്ടിന്റെ തിരക്കായിരിക്കും. പറ്റിയ കാണാൻ സിദ്ധാരട്ടാ. ആ, എന്നാ ശരി.